നമസ്കാരം. ഞാൻ മഹാദേവൻ, ആദർശിലെ സെക്രട്ടറിയാണ്. ആദർശിലെ തുടക്കം മുതൽ ഉള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വിവിധ ഘട്ടത്തിൽ ആദർശിൻ്റെ പ്രോഗ്രസ് നോക്കിക്കാണാനൊരു സൗഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന 27 വർഷത്തിലുള്ള ഞങ്ങളുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് നീലകണ്ഠൻ സാറ് ഞങ്ങളുടെ ഡയറക്ടറായിട്ടും ചെയർമാനായിട്ടും വരുന്ന ഒരു 14-15-16 വർഷങ്ങൾ. ആദ്യം ട്രസ്റ്റിൽ ചേരുകയാണ് ഉണ്ടായത്. അന്ന് ഞങ്ങൾ വളരെ ചെറിയൊരു ഓർഗനൈസേഷനായിരുന്നു. ഏതാണ്ട് 25-30 കുട്ടികളുടെ കഷ്ടി അന്നുണ്ടായിരുന്നുള്ളൂ. തൃപ്പൂണിത്തുറ ടൗണിൽ തന്നെ അവിടെ ഒരു ചെറിയൊരു വീട് വാടകയൊക്കെ എടുത്ത് അവിടെയാണ് ഞങ്ങൾ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ചെറിയ രീതിയിൽ. സാറാദ്യം ഒരു ട്രസ്റ്റിയായിട്ട് ജോയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചെയർമാൻഷിപ്പ് ഏറ്റെടുക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സാർ ഇതിനു മുമ്പ് വേറൊരു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു. സാർ റിട്ടയറായി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സമയം ഒരു പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള താല്പര്യത്തിൽ ഇതുപോലെ വേറൊരു സ്പെഷ്യൽ സ്കൂളിൽ അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ അദ്ദേഹത്തിൻ്റെതായിട്ടൊരു പ്രവൃത്തി മണ്ഡലത്തിൽ അവർക്ക് വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുന്നൊരു ഓർഗനൈസേഷൻ എനിക്ക് വേണം എന്ന് വെച്ചാൽ അത്രയും ഡെവലപ്ഡ് അല്ലാത്ത എൻ്റെ ഒരു എന്താ പറയുക എക്സ്പെർട്ടൈസ് ആവശ്യമുള്ളൊരു മേഖല വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അത് വലിയൊരു ഭാഗ്യമായിട്ട് ആദർശിന് ഭവിച്ചു എന്നുള്ളതാണ്. കാര്യം മറ്റേ സ്കൂൾ നന്നായിട്ട് നടക്കുന്നൊരു സ്കൂളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ നന്നായിട്ട് നടക്കുന്നൊരു സെൻ്ററല്ലേ. അപ്പോൾ ഞാൻ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ എവിടെയാണോ എൻ്റെ സഹായം വേണ്ട അവർക്കല്ലേ വേണ്ടേ. അപ്പോൾ ഞങ്ങൾ വളരെ ചെറിയ രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനം. ഇതാണ് ആദർശൻ്റെ ഈ 27 വർഷത്തെ വളർച്ചയ്ക്ക് ഈ ഒരു തീരുമാനവും അദ്ദേഹത്തിൻ്റെ ഒരു വിചാരമാണ് സത്യം പറഞ്ഞാൽ ആദർശൻ്റെ തലവര എഴുതി മാറ്റുന്നത്. ഇത്രയും എന്താ പറയുക ഒരു വിഷനുള്ള മനുഷ്യൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്തണമെന്ന് ശാഠ്യമുള്ളൊരാൾ. പക്ഷെ നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്ന കാര്യം നടത്തിയിരിക്കും. അത്രയും ശാഠ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുമാതിരി ഒരു സർവീസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് തന്നെ വളരെ ഇടുങ്ങിയ ആ ഒരു വീട്ടിൽ നിന്നും ഈ കുട്ടികളുടെ സൗകര്യാർത്ഥം നമ്മൾ സ്വന്തം സ്ഥലം മേടിച്ച് മാറണം എന്നുള്ളത് തന്നെയായിരുന്നു. ഇപ്പം ആദർശിരിക്കുന്ന കുരിക്കാടുള്ള സ്ഥലം ഏതാണ്ട് 40 സെൻറ്റ് സ്ഥലമാണത്. 40 സെൻറ്റ് സ്ഥലം മേടിക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒന്നും തന്നെ ഞങ്ങളുടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് 1, 2, 3, 4 ലക്ഷം രൂപ കഷ്ടമുണ്ടായിരുന്നിരിക്കാം. പക്ഷേ സാറങ്ങ് തീരുമാനിച്ച് ധൈര്യമായിട്ട് അങ്ങ് ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ ഒരു മുന്നിൽ നിന്നുള്ള നയിക്കുന്ന ഒരു രീതി ഇറങ്ങിയെന്ന് മാത്രമല്ല നമ്മൾ ആ സ്ഥലം മേടിച്ചു. ഏതാണ്ട് അന്നത്തെ കാലത്ത് 85-90 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ചെലവിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന കെട്ടിടം പണിതു. അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ആര് വേണം ഉദ്ഘാടനത്തിന് ആരെ കൊണ്ടുവന്ന് തീരുമാനിച്ചപ്പോഴത്തേക്കും അന്നത്തെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ അബ്ദുൽ കലാം അവരെ തന്നെ കൊണ്ടുവരണം എന്ന് ഒരു അഭിപ്രായം വരികയും അദ്ദേഹം പറഞ്ഞു അതിനെന്താ നമുക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാറ് പറഞ്ഞൊരു വാചകം. എന്താ പ്രസിഡന്റ് നമ്മളോട് വരുന്നതിന് എന്താ കുഴപ്പം, നമ്മളെന്താ ഇന്ത്യയിലല്ലേ, നമ്മൾ ഇന്ത്യയിലെ പ്രസിഡന്റ് അല്ലേ, ഇന്ത്യയിലെ സ്ഥലത്ത് വരണം, അത് വന്നിരിക്കും, അത് വരണമല്ലോ, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്നത്. പിന്നെയുള്ള ഒരു ആദർശൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലുള്ളൊരു പ്രസിഡന്റ് ഇവിടെ വരികയും നമ്മളെ കുറച്ച് എന്താ പറയുക ആൾക്കാരൊക്കെ അറിയപ്പെടുകയും ഇങ്ങനെയൊരു ഫെസിലിറ്റി ഉണ്ടെന്ന് അറിയുകയും ചെയ്തു. ആ ഒരു 50-55 കുട്ടികളുള്ള സ്ഥലത്ത് നിന്ന് 150, 200, അങ്ങനെ 300, ഇപ്പോൾ ഏതാണ്ട് 500-ൽ മുകളിൽ കുട്ടികൾക്ക് വിവിധ സർവീസ് കൊടുക്കുന്ന പ്രസ്ഥാനമായിട്ട് മാറുന്നതിൻ്റെ ബേസ്മെൻറ്റ്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു സംഭവവും അത് കഴിഞ്ഞ് മാറാൻ സാധിക്കുന്നതും ഈ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഫെസിലിറ്റിയും ഒക്കെ തന്നെയായിരുന്നു. ആദർശൻ്റെ ഒരു ഗോൾഡൻ എറ എന്ന് പറയുന്ന ആ സമയത്താണ്. ആ ഗ്രാഫ് അങ്ങനെ പോകുന്ന അപ്പോൾ തന്നെയാണ് ഏറ്റവും നിഷ്കർഷയുള്ളത് അദ്ദേഹത്തിന് ഈ കുട്ടികളുടെ എണ്ണം കൂടുന്നതിലല്ല, അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റിയിൽ ഒരു കാരണവശാലും കുറവ് വരുത്തുന്ന നിർബന്ധമുള്ളൊരു മനുഷ്യനായിരുന്നു.
തെറാപ്പീസിൻ്റെ എക്യുപ്മെൻസിനാവട്ടെ, അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റാഫിനാവട്ടെ, ഇപ്പോഴും ആദർശിൽ മറ്റ് സ്ഥലങ്ങളിൽ കാണാത്ത രീതിയിലുള്ളൊരു റേഷ്യോ ആണ് ആദർശിൻ്റെ സ്റ്റാഫ് ടു സ്റ്റുഡൻറ്റ് ഇപ്പോഴുള്ളത്. അതെന്നും മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ഒരു നിഷ്കർഷ അദ്ദേഹത്തിനായിരുന്നു. കാരണം ആ സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത്തിലാണ്, ആ റേഷ്യോയിലാണ് കുട്ടികളിൽ വരുന്ന മാറ്റങ്ങളിൽ നിന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതാണ് ശരി തന്നെ. അപ്പോൾ അതനുസരിച്ചുള്ള റേഷ്യോ നമുക്ക് അന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പഠിപ്പിച്ചതും അതങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ അദ്ദേഹം തന്നെയായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങൾ തുടങ്ങിയ അവസ്ഥയിലായതുകൊണ്ടും ഇങ്ങനത്തെ ഒരു കോർപ്പറേറ്റ് ലെവലിൽ വർക്ക് ചെയ്യാൻ വലിയ പരിചയമൊന്നും ഇല്ലാത്ത ആൾക്കാരായ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു ഞങ്ങൾ. ഈ ഒരു പ്രൊഫഷണലിസം ഇതിനകത്ത് കൊണ്ടുവരികയും കാര്യങ്ങളൊക്കെ കർക്കശമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും ഇതെല്ലാം ഒരു റെഗുലറൈസ് ചെയ്തൊരു ചാനലൈസ് ആക്കുകയും ചെയ്ത് അന്ന് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ഞങ്ങൾക്കൊന്നും ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നിരുദ്യോഗസ്ഥന്മാരുടെ അടുത്തും എല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10-45 വർഷത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലാവട്ടെ, ഇവിടെയാവട്ടെ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഏറ്റവും സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് നീലകണ്ഠൻ സാറിനെ പോലെയുള്ള ഒരു ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എന്നുള്ളതാണ്. കാരണം എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യണം, എങ്ങനെ റിപ്പോർട്ട് എഴുതണം, എങ്ങനെ കാര്യങ്ങൾ അനലൈസ് ചെയ്യണം, എങ്ങനെ ഓർത്തു വയ്ക്കണം, ഇങ്ങനെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കൃത്യമായിട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ അനുവർത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ അദ്ദേഹം പറഞ്ഞു തരികയും അത് മനസ്സിലാക്കി തരികയും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ വിയോഗം ചെറുതല്ലാത്തൊരു വിഷമമാണ് ആദർശിൻ്റെ പ്രതിസന്ധി ഉണ്ടാക്കിയത്. കാരണം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ തലേ ദിവസം പോലും അദ്ദേഹത്തിന് എത്ര വയ്യായിക ഉണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ സംവദിക്കുകയും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സാറിനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവ് അദ്ദേഹം വന്ന് ബാംഗ്ലൂരിലേക്ക് മാറിയ ശേഷം എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 2-3 പ്രാവശ്യങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തിന് 2-3 ദിവസവും ഞങ്ങൾ സംസാരിച്ചിരുന്നു. വിയോഗം കുറച്ച് പെട്ടെന്നായിരുന്നു. അത് ഞങ്ങളുടെ നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാണിച്ച പാതയിലാണ് അത് കഴിഞ്ഞിട്ടുള്ള ചെയർമാന്മാരും ഞങ്ങളുടെ കമ്മിറ്റികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പാത വെട്ടിത്തെറിച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ആദർശം ഈ നിലയിലെത്തി ഈ ഒരു മേഖലയിൽ അറിയപ്പെടുന്നൊരു സ്ഥാപനമായിട്ട് മാറാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അത് നമ്മളെല്ലാവരും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ആ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ എന്നും സ്മരിക്കുന്നു. ഞാൻ ആ സ്മരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നിലനിർത്താൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഈ വർഷം മുതൽ അദ്ദേഹത്തിൻ്റെ ആ ദിവസം അല്ലെങ്കിൽ ആ ദിവസം വരുന്ന ആ മാസത്തിൽ സൗകര്യമായിട്ടൊരു ദിവസം അദ്ദേഹത്തിൻ്റെ മെമ്മോറിയലായിട്ടൊരു സീരീസ് ഓഫ് ലെക്ചേഴ്സ് നടത്തുന്നൊരു പ്ലാനിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ലെക്ചറാണ് ഇവിടെ നടത്തുന്നത്. നമസ്കാരം. ആദർശിലെ എൻ്റെ പ്രൊഫഷണൽ ലൈഫ് ആരംഭിക്കുന്നത് 2004 2004 ഞാൻ ആദർശിൽ വരുമ്പോൾ എന്നെ ആദ്യം ഇൻ്റർവ്യൂ ചെയ്തത് നീലകണ്ഠൻ സാറാണ്. 2004 മുതൽ 2018 സാറ് ബാംഗ്ലൂർക്ക് ഫാമിലിയോടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആരോഗ്യ പ്രശ്നം കൊണ്ട് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയം വരെ സാറിൻ്റെ ഒപ്പം ഒരു സന്തത സഹചാരിയെ പോലെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യാൻ സാധിച്ചതിൻ്റെ വലിയ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ പ്രൊഫഷണലായിട്ടാണെങ്കിലും എൻ്റെ ഫാമിലി ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. സാറ് എന്നും കുട്ടികളെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് സ്കൂളിൽ വരുവാണെങ്കിൽ കൂടുതൽ സമയവും ക്ലാസ് റൂമിൽ കുട്ടികളോടൊപ്പവും അവരുടെ മാതാപിതാക്കളോടൊപ്പവും അവരുടെ കാര്യവിവരങ്ങൾ അന്വേഷിച്ച് സമയം ചെലവഴിക്കാനായിരുന്നു സാറ് കൂടുതലും താല്പര്യപ്പെട്ടിരുന്നത്. കുറച്ച് സമയം മാത്രമായിരുന്നു ഓഫീസിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നതും. അങ്ങനെ ഒരു കീഴ്വഴക്കം ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം സാറിന് ആദർശിൻ്റെ മുന്നോട്ടുള്ള ആ ഒരു പ്രയാണത്തിൽ എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായൊരു ധാരണ വരാൻ സാറിനെ സഹായിച്ചത് ഒരു പരിധിവരെ സാറിന് ഈ കുട്ടികളോടുള്ള ഒരു അടുപ്പവും അവരുമായിട്ടുള്ള കൂടിച്ചേർന്നിട്ടുള്ള ഇടപഴകലും കൊണ്ടായിരിക്കാം. 1999 സാറ് ആദർശിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് 2000 സാറൊരു ഡയറക്ടർ പദവിയിലേക്ക് വരികയും പിന്നീട് ചെയർമാനായി ഏകദേശം 12-13 കൊല്ലത്തോളം വളരെ ആക്റ്റീവായിട്ട് ആദർശിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചു.
ആദർശിൻ്റെ ഈ 12-13 കൊല്ലങ്ങൾ ശരിക്കും ഇത് ആദർശിൻ്റെ ഒരു സുവർണ കാലഘട്ടമായിട്ട് നമുക്ക് കരുതാം. കാരണം ആദർശിൻ്റെ പ്രവർത്തന അല്ലെങ്കിൽ പ്രൊജക്ട്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്ട്സുകളെല്ലാം ഉയർന്നു വന്നത് ഈ ഒരു സമയത്താണ്. ഇത് ഒരു പരിധിവരെ ആദർശിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്താൻ ഏറെ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നത് 2005 നമ്മുടെ ഇന്ന് പ്രവർത്തിക്കുന്ന ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ട് ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2005 അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മഹനീയ സാന്നിധ്യത്തിലാണ് അന്ന് ഈ കെട്ടിടം സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ തുറന്നു കൊടുത്തത്. സാറിൻ്റെ വളരെ പരിശ്രമഫലമായിട്ടാണ് നമുക്ക് സാറിനെ ആദർശിൽ കൊണ്ടുവരാൻ സാധിച്ചതും. അന്നൊന്നും നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു സാറിൻ്റെ ആ ഒരു ദീർഘവീക്ഷണത്തിലും പരിശ്രമത്തിൻ്റെയും ഫലമായിട്ട് അന്ന് സാധിച്ചത്. ആദർശിലെ ഒന്നടങ്കം ആളുകൾക്കും വളരെയധികം സങ്കടമുണ്ടാക്കിയതും ആശങ്കയുണ്ടാക്കിയതുമായിട്ടുള്ളൊരു സംഭവമായിരുന്നു സാറിന് വന്ന ബ്രെയിൻ സ്ട്രോക്ക്. വളരെ ആകസ്മികമായിട്ടായിരുന്നു സാറിന് ആ ഒരു പ്രോബ്ലം ഉണ്ടായത്. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇവിടുത്തെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സും പാരൻസിനും എല്ലാവർക്കും ഒത്തിരി വിഷമമായിരുന്നു, അല്ലെങ്കിൽ ആശങ്കയുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും സാറിനെ അത് അഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആദർശിൻ്റെ ഭാവി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ളൊരു നമുക്ക് വലിയൊരു ആശങ്ക അന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ഒരു ദൈവത്തിൻ്റെ നിമിത്തം എന്നൊക്കെ പറയുന്ന പോലെ ആദർശ് എന്നുള്ള ആ ഒരു വിചാരം സാറിന് എപ്പോഴും സാറിൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടായിരിക്കാം ഓൾമോസ്റ്റ് ഒരു 90-95% സാറിനുണ്ടായിരുന്ന ആ ഒരു ഫിസിക്കൽ പ്രോബ്ലത്തിൽ നിന്നും ബാലൻസിൻ്റെ പ്രോബ്ലത്തിൽ നിന്നൊക്കെ സാറ് റിക്കവർ ചെയ്ത് തിരിച്ചൊരു നോർമൽ ഇതിയിട്ട് വരാൻ സാധിച്ചു. ചെറിയ കുറവുകളുണ്ടെങ്കിൽ കൂടി സാറ് പിന്നെയും ആദർശിൽ വരാൻ തുടങ്ങി. ഈ പ്രോബ്ലം ഉണ്ടായ ശേഷം സാറ് ബാംഗ്ലൂർക്ക് പോയെങ്കിലും ഞങ്ങൾക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഇനി എങ്ങനെയാണ് ആ ഫിസിക്കൽ റിക്കവറി വന്നില്ലെങ്കിൽ എത്രത്തോളം തിരിച്ച് ആദർശിട്ട് സാറിന് എത്താൻ പറ്റും എന്നുള്ളൊരു ആശങ്ക ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നേരത്തെ പറഞ്ഞ പോലെ ആദർശ് എന്നുള്ള ആ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ അവിടെ ഉള്ളത് കൊണ്ട് സാറിന് തിരിച്ചു വരാൻ സാധിച്ചു. എൻ്റെ പേര് വനജ. ഞാൻ 1998 തൊട്ട് ആദർശിലുള്ള ഒരു സ്റ്റാഫാണ്. ഞാൻ നീലകണ്ഠ സാറെ പരിചയപ്പെടുന്നത് 1999 തൊട്ടാണ്. സാറെക്കുറിച്ച് പറയണമെങ്കിൽ എന്താ ഞാൻ പറയേണ്ടത്, സാറ് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ സാറ് പല ചെറിയ കഥകളിലൂടെയാണെങ്കിലും അതേപോലെ തന്നെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനുള്ള ഒരു കഴിവ് സാർക്കുണ്ട്. കാരണം നമ്മൾ പോലും അറിയാത്ത നമ്മുടെ കഴിവിനെ പുറത്തെടുക്കാനുള്ള ഒരു പ്രവണത സാർക്ക് അതൊരു പ്രത്യേക ഒരു മെൻ്റർ എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്. അതേപോലെ നമ്മുടെ നോളജ് അപ്ഡേഷന് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു കുട്ടിയുടെ കാര്യമായാലും ശരി, നമ്മുടെ പ്രൊഫഷണൽ ആയാലും ശരി, എന്തായാലും ശരി, ഒരു നോളജ് അപ്ഡേഷൻ എന്നുള്ള രീതിയിലും ഒരു മെൻ്റർ എന്ന രീതിയിൽ നമുക്ക് ഒരു ഒരു പ്രചോദനം കിട്ടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നീലകണ്ഠ സാറ്. നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. ആദർശിൽ 28 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. നീലകണ്ഠ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാറ് ഞങ്ങളുടെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തോ മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തേക്കായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതുപോലെയാണ് അദ്ദേഹം ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇടപഴകുന്നത്. വളരെ ശാന്തതയോടുകൂടി ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുകയും അത് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മളുടെ ഫാമിലിയെക്കുറിച്ചും എല്ലാം സ്നേഹാന്വേഷണം നടത്തി ഞങ്ങൾ ഓരോരുത്തരെയും ഡീൽ ചെയ്യുന്നതിൽ അദ്ദേഹം പ്രത്യേക കഴിവ് കാണിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഓരോ കുട്ടികളോടും ഓരോ കുട്ടികളുടെയും പേര് എടുത്തറിയാമായിരുന്നു സാറിനെന്നുള്ളത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ്. എല്ലാ പാരൻസിനോടും എല്ലാം ഓരോ പ്രാവശ്യം സാറ് വരുമ്പോഴും ഓരോരുത്തരുടെ വിശേഷങ്ങൾ തിരക്കി അവരുടെ ഓരോ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും തിരക്കി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. സാറിനെ പോലെ ഒരു വ്യക്തിക്ക് ഇത്രയും പേരുടെ പേര് ഓർത്തിരിക്കുക അല്ലെങ്കിൽ അവയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ തന്നെയാണെങ്കിലും എല്ലാവരോടും വളരെ ശാന്തതയോടുകൂടി ഇടപെടുന്ന വ്യക്തിയാണെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ തെറ്റുകൾ കണ്ടാൽ ശാസിക്കാൻ ഒരു മടിയും സാറ് കാണിക്കാറില്ല. നമസ്കാരം, ഞാൻ മഞ്ജുള. 25 ഇയേഴ്സായിട്ട് ആദർശിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നീലകണ്ഠ സാർ വന്നപ്പോൾ തുടങ്ങി ഞാൻ സാറിനെ കാണുന്നുണ്ട്. സാറിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ക്വാളിറ്റി. അതായത് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ സാറ് മാനേജ്മെൻറ്റിൻ്റെ ഏരിയയിലാവട്ടെ, സ്റ്റാഫുകളെ ആവട്ടെ, എല്ലാവരും ഒരേ ഈക്വലായിട്ടാണ് സാറ് കണ്ടുകൊണ്ടിരുന്നത്. ആരും സാറ് ഏതൊരു വ്യക്തിയുടെ അടുത്തും പാർഷ്യാലിറ്റി എന്ന് പറഞ്ഞ്
കാണിക്കില്ലായിരുന്നു. എത്ര ഒരു ചെറിയ സ്റ്റാഫ് ആവട്ടെ വലിയ സ്റ്റാഫ് ആവട്ടെ എല്ലാവരുടെ അടുത്തും സാറ് ഒരുപോലെ കണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സാറിൻ്റെ ലീഡർഷിപ്പിൽ ഒരു ഉദാഹരണം പറയാമെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഇപ്പോൾ സ്കൂളിലേക്ക് വരാൻ പറ്റാത്ത കുട്ടികളുണ്ട്. സ്കൂളിലേക്ക് വരാൻ പറ്റാത്ത കുട്ടികളുടെ അടുത്ത് സ്കൂൾ അങ്ങോട്ട് ചെല്ലുക എന്ന് പറഞ്ഞ് സാർ HBR എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് തുടങ്ങി. ദാറ്റ് ഈസ് ഹോം ബേസ്ഡ് റീഹാബിലിറ്റേഷൻ. അപ്പോൾ സ്കൂൾ അങ്ങോട്ട് പോയി കുട്ടിയുടെ വീട്ടിലാണ് ഈ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം കൊടുക്കുന്നത്. അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൂടാതെ തന്നെ സാർക്ക് കുറേ വിഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഓൺ ബിൽഡിംഗ് ആകണം, പിന്നെ റിസർച്ച് സെൻറ്റർ ആവണം, പിന്നെ ഡിജിറ്റലൈസ് ആവണം. അതൊക്കെ ഷോർട്ട്ലി എല്ലാം അച്ചീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സാറിനെ സാർ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ജീവിക്കുന്നത്. സാർ ഒരു ഇൻസ്പയറിങ് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാർ. താങ്ക് യു. ഒബ്സല്യൂട്ട്ലി ടുവേർഡ്സ് എൻ ആദർശ് എന്ന പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വയലാറിൻ്റെ വരികളാണ്. എനിക്ക് മരണമില്ല. നീലകണ്ഠൻ സർ വീണ്ടും വന്ന് ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും തന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഓരോ പേജിലും അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും ദിശാബോധവും നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നമ്മെ പ്രചോദിപ്പിക്കുകയും അനുഭവങ്ങൾ പാഠമാകുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലായ്പ്പോഴും നമ്മെ ശക്തിപ്പെടുത്തട്ടെ, ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ നമ്മളെ പ്രാപ്തരാക്കട്ടെ.